ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ഒരുപാട് പേര് ഡോക്ടർമാരോട് കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു സംശയമാണ്, ഡോക്ടറെ തലയിൽ മുടി സമൃദ്ധിയായിട്ട് വളരുന്നതിന്, മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിന്, മുടിയുടെ കട്ടി കൂടുന്നതിന് ഏത് എണ്ണയാണ് തേക്കേണ്ടതെന്ന്. പൊതുവെ മലയാളികൾക്ക് ഉള്ള ഒരു സംശയമാണ് തലയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എണ്ണ തേച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മുടി സമൃദ്ധിയായിട്ട് വളരും എന്നുള്ളത്. യഥാർത്ഥത്തിൽ നമ്മൾ ചെടി നട്ടിട്ട് അതിന് താഴെ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ചെടി സമൃദ്ധിയായിട്ട് വളരും എന്ന് പറയുന്നത് പോലെ അല്ല നമ്മുടെ മുടി വളരുന്നത്. മുടി നന്നായിട്ട് വളരണം എന്നുണ്ടെങ്കിൽ നമ്മൾ തലയിലല്ല ഒഴിക്കേണ്ടത്, നമ്മൾ ഭക്ഷണത്തിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് എത്തുന്ന ന്യൂട്രിയൻസ് ആണ് കൃത്യമായിട്ട് ലഭിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിന്, മുടി സമൃദ്ധിയായിട്ട് കട്ടിയായിട്ട് വളരുന്നതിന് നമ്മുടെ ശരീരത്തിലേക്ക് എത്തേണ്ട പ്രധാനപ്പെട്ട വൈറ്റമിനുകളും മിനറലുകളും ഏതെല്ലാമെന്ന് വിശദീകരിക്കാം. ഇത് എല്ലാവരും അറിഞ്ഞിരിക്കണം, കാരണം കൊച്ചുകുട്ടികൾ മുതലേ ഈ ഒരു രീതിക്ക് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും മറ്റും സപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുടി എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ചെറുപ്പകാലത്തുണ്ടാകുകയോ അല്ലെങ്കിൽ ചെറുപ്പക്കാർക്കുണ്ടാകുന്ന കഷണ്ടി പോലുള്ള ഈ നേരത്തെ തലയോട്ടിയിൽ മുടി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയെല്ലാം തന്നെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി ആണ്. നിങ്ങൾക്കറിയാം, കഴിഞ്ഞ ഒരു 10-15 വർഷമായിട്ടാണ് നമ്മൾ മലയാളികൾ വൈറ്റമിൻ ഡിയെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിച്ചിട്ടുള്ളത്. നമ്മുടെ എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് വൈറ്റമിൻ ഡി വേണം എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ അതുമാത്രമല്ല, വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിലെ എല്ലാ പ്രവർത്തനങ്ങൾക്കും, പ്രത്യേകിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കും വളരെ പ്രധാനമാണ്. എന്നാൽ അതുമാത്രമല്ല, നമ്മുടെ മുടിയുടെ സംരക്ഷണത്തിന് വൈറ്റമിൻ ഡി പ്രധാന പങ്ക് വയ്ക്കുന്നുണ്ട്. ഒന്ന്, നമ്മുടെ മുടി കൃത്യമായിട്ട് വളരുന്നതിന്, പ്രത്യേകിച്ച് ഓരോ മാസവും മുടിക്ക് വളർച്ച ഇത്ര % വളരണം എന്നുണ്ട്. ഇത് കൃത്യമായിട്ട് ലഭിക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ ഡി വേണം. വൈറ്റമിൻ ഡി കുറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മുടിയുടെ ഗ്രോത്ത് കുറയും, മുടി തെന്നിങ്, മുടി നേർത്തു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. ഇത് മാറണം എന്നുണ്ടെങ്കിൽ നമ്മൾ വൈറ്റമിൻ ഡി നോർമലാണ് എന്ന് ഉറപ്പുവരുത്തണം. മാത്രമല്ല, വൈറ്റമിൻ ഡി ശരിയായിട്ട് ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ പുതിയ ഹെയർ ഫോളിക്കിൾസ് തലയിൽ ഉണ്ടാകത്തുള്ളൂ. അങ്ങനെ മാത്രമേ മുടിയുടെ ഉള്ള് നമുക്ക് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. വൈറ്റമിൻ ഡി നിങ്ങൾക്കറിയാം കിട്ടേണ്ടത് അത്യാവശ്യം ഭക്ഷണത്തിൽ നിന്നും പിന്നെ വെയിലിൽ നിന്നുമാണ് കിട്ടുന്നത്. നമ്മൾ കഴിക്കുന്ന പച്ചക്കറികൾക്കകത്ത് വൈറ്റമിൻ D2 അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ D3 നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്ന് മുട്ട, മത്സ്യങ്ങൾ, കൂണില്ലേ, മഷ്റൂം, പിന്നെ വെയിൽ, ഇതിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിലേക്ക് ഈ വൈറ്റമിൻ ഡി എത്തേണ്ടത്. സപ്പോസ് നിങ്ങൾക്ക് മുടിയുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട്, അതൊരുപക്ഷെ കുട്ടികളായിക്കോട്ടെ, കുട്ടികൾക്ക് മുടി ആവശ്യത്തിന് വളരുന്നില്ല, അല്ലെങ്കിൽ വളരുന്ന സമയത്ത് സ്റ്റേജ് ചേഞ്ചിങ്ങിൻ്റെ സമയത്ത് അവർക്ക് മുടി പൊഴിച്ചിലുണ്ട്. ഇനിയിപ്പോൾ ചെറുപ്പക്കാർക്കോ യുവതികൾക്കോ എല്ലാം തന്നെ മുടിയുടെ ഉള്ളു കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ടെസ്റ്റ് ചെയ്യേണ്ടത് വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഒരു ഫാറ്റ് സോലുബിൾ വൈറ്റമിൻ, അതായത് നമ്മുടെ ശരീരത്തിനകത്തുള്ള കൊഴുപ്പിനകത്തൂടെയാണ് ഈ വൈറ്റമിൻ ഡി കൂടുതലും നമ്മുടെ ശരീരത്തിൽ യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി വൈറ്റമിൻ ഡി വാങ്ങിക്കഴിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലുള്ള വൈറ്റമിൻ ഡി ഒരു പരിധിക്ക് മുകളിലേക്ക് ഉയരുന്നതിന് കാരണമാകും. വൈറ്റമിൻ ഡി കൂടിയാലും കുഴപ്പമാണ്, കുറഞ്ഞാലും കുഴപ്പമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു ഡോക്ടറെ കണ്ട് വൈറ്റമിൻ ഡി പരിശോധിച്ച് കുറവാണെങ്കിൽ ഡോക്ടർ നൽകുന്ന നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ സപ്ലിമെന്റ് ചെയ്യുന്നത് നന്നായിരിക്കും. ആരോഗ്യമുള്ള ഒരാൾക്ക് ആവറേജ് ഒരു ദിവസം 600 ഇന്റർനാഷണൽ യൂണിറ്റ് വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്. പ്രഗ്നന്റ് ലേഡീസ് ആണെങ്കിൽ 700 വരെയെങ്കിലും നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം സപ്ലിമെന്റേഷൻ ആവശ്യമായിട്ടുണ്ട്. ഇത് ഭക്ഷണത്തിലൂടെയോ വളരെ കുറവാണെങ്കിൽ വൈറ്റമിൻ സപ്ലിമെന്റ് ആയിട്ടോ നിങ്ങൾക്ക് ഡോക്ടർമാർ നിർദ്ദേശങ്ങൾ നൽകുന്നതായിരിക്കും. വൈറ്റമിൻ ഡി കഴിഞ്ഞാൽ മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ബി കോംപ്ലക്സ് വൈറ്റമിനുകളാണ്. ബി കോംപ്ലക്സ് നിങ്ങൾക്ക് വളരെ കോമൺ ആയിട്ട് അറിയാം. ഒരു കൂട്ടം ബി വൈറ്റമിനുകളുടെ ഒരു സംയുക്തമാണ് നമ്മൾ ഈ ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിനകത്തുള്ളത് വൈറ്റമിൻ B1, B2, B3, B5, B7, B9, B12 ഇത്രയും വൈറ്റമിനുകളാണ് നമ്മുടെ ശരീരത്തിനകത്ത് ഈ ബി കോംപ്ലക്സ് വൈറ്റമിനുകളിലൂടെ മുടിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വൈറ്റമിൻ B7ഉം വൈറ്റമിൻ B12ഉമാണ്. വൈറ്റമിൻ B12 കുറഞ്ഞാലുള്ള ശരീരത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഞാൻ മുൻപും വീഡിയോ ചെയ്തിട്ടുണ്ട്. നമുക്ക് അമിതമായിട്ടുണ്ടാകുന്ന ക്ഷീണം, ശരീരത്തിലെ മസിലുകളിൽ വരുന്ന കഴപ്പ്, കൂടാതെ മുടി പൊഴിച്ചിൽ. ആരോഗ്യമുള്ള ഒരാൾക്ക് ഒരു ദിവസം 2 മൈക്രോഗ്രാമോളം വൈറ്റമിൻ B12 ആവശ്യമാണ്. പ്രഗ്നന്റ് ആണെന്നുണ്ടെങ്കിൽ 3 മൈക്രോഗ്രാമെങ്കിലും ആവശ്യമുണ്ട്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് ഇറച്ചി, മീന്, മുട്ട, പിന്നെ പാല്, മഷ്റൂംസ് എന്നിവയിൽ നിന്നുമാണ് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഈ നമ്മുടെ ഓർഗൻ മീറ്റ്സിൽ എല്ലാം തന്നെ ധാരാളമായിട്ട് വൈറ്റമിൻ B12 അടങ്ങിയിട്ടുണ്ട്. ബി കോംപ്ലക്സ് വൈറ്റമിനുകൾ പ്രധാനപ്പെട്ട മറ്റൊരു വൈറ്റമിൻ എന്ന് പറയുന്നത് വൈറ്റമിൻ B7 ആണ്. പലപ്പോഴും ഈ മുടി പൊഴിച്ചിലിന് ഡോക്ടർമാരെ കാണുമ്പോൾ ഡോക്ടർമാർ ബയോട്ടിൻ എഴുതി തരുന്ന കണ്ടിട്ടില്ല. ഈ ബയോട്ടിൻ എന്ന് പറയുന്നത് B7 ആണ്.
ഇത് നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കുണ്ടാകുന്ന മുടി കൊഴിച്ചിലിൻ്റെ പ്രധാന കാരണക്കാരനാണ്. അതായത് പഠനങ്ങൾ കണ്ടിട്ടുള്ളത് സ്ത്രീകളിൻ്റെ മുടി കൊഴിച്ചിലിൻ്റെ 38% കാരണവും ഈ വൈറ്റമിൻ B7 ബയോട്ടിൻ കുറയുന്നത് കൊണ്ടാണെന്നാണ്. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനും മുടിയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനും പുതിയ ഹെയർ ഫോളിക്കിൾ തലയിൽ ഉണ്ടാവണമെങ്കിലും ഈ ബയോട്ടിൻ B7 വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ B7 അടങ്ങിയിട്ടുള്ളത് ഇറച്ചി, മീന്, മുട്ട, കൂണ്, അതേപോലെ അവക്കാഡോ, ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, നട്ട്സ്, സീഡ്സ് എന്ന് പറഞ്ഞാൽ മത്തങ്ങ കുരുവോ സൺഫ്ലവർ സീഡ്സിനകത്തോ എല്ലാം തന്നെ ഉയർന്ന അളവിൽ നമുക്ക് ഈ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് ഉൾപ്പെടുത്തുക. ഇപ്പോൾ കൊച്ചുകുട്ടികൾക്കൊക്കെ ആണെങ്കിലും കൂടുതലായിട്ട് മുടി ഉള്ളു വളരുന്നതിന് നമ്മുടെ ബീഫിൻ്റെ കരള് കറി വെച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിനകത്തെല്ലാം ഉയർന്ന അളവിൽ ബയോട്ടിൻ അടങ്ങിയിട്ടുണ്ട്. ഇനി മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വൈറ്റമിനാണ് വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇയെ പറ്റി നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുള്ളതാണ്. നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കുന്നതിനും നമ്മുടെ ശരീരത്തിൽ അപകടകാരികളായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ കുറയ്ക്കുന്നതിനും ഈ വൈറ്റമിൻ ഇക്ക് കഴിവുണ്ട്. നിങ്ങൾക്കറിയാം, നമുക്ക് ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ കോവിഡ് രോഗം വന്ന് മാറിയാലോ ഏതെങ്കിലും തരത്തിലുള്ള രോഗം വന്ന് മാറിക്കഴിയുമ്പോൾ മുടി പെട്ടെന്ന് പൊഴിയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. ഇത് നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന ഇൻഫ്ലമേഷൻ, നീർക്കെട്ട് കൊണ്ടാണ്. ഈ ഒരു പ്രശ്നം വളരെ പെട്ടെന്ന് പരിഹരിക്കുന്നതിന് വൈറ്റമിൻ ഇക്ക് കഴിവുണ്ട്. ഇത് മുടിയുടെ ഗ്രോത്ത് വർദ്ധിപ്പിക്കുന്നതിനും മാത്രമല്ല തലയോട്ടിയിലേക്കുള്ള രക്തഓട്ടം കൂടുതലായിട്ട് വർദ്ധിപ്പിക്കുന്നതിനും വൈറ്റമിൻ ഇക്ക് കഴിവുണ്ട്. മാത്രമല്ല നമ്മുടെ തലയോട്ടിയിൽ വരുന്ന സ്കിൻ ഡിസീസസ് ഇല്ലേ, നമുക്ക് അമിതമായിട്ട് ഡ്രൈ സ്കിൻ കൊണ്ടുണ്ടാകുന്ന സെബോറിക് ഡെർമറ്റൈറ്റിസ് പോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകുന്നതിനെ ചെറുക്കുന്നതിനും വൈറ്റമിൻ ഇക്ക് കഴിവുണ്ട്. വൈറ്റമിൻ ഇ ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് ഒലിവ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ, മത്തങ്ങ കുരു പോലുള്ള സീഡ്സിനകത്ത്, നട്ട്സിനകത്ത് അടങ്ങിയിട്ടുണ്ട്. ക്യാപ്സിക്കത്തിനകത്ത് സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ നമ്മൾ സമൃദ്ധിയായിട്ട് നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറ്റമിൻ ഇ കുറവ് കൊണ്ടുണ്ടാകുന്ന ഇൻഫ്ലമേഷനും മുടി പൊഴിച്ചിലും മാറിയിട്ട് നമുക്ക് മുടി സമൃദ്ധിയായിട്ട് വരുന്നത് കാണാം. അടുത്തത് വൈറ്റമിൻ എ ആണ്. നമ്മുടെ മുടിയുടെ ആരോഗ്യം നിലനിർത്തുന്നതിന്, അതായത് മുടി പൊട്ടിപ്പോകാതെ ചെറുക്കുന്നതിന്, മുടി ഊരിപ്പോകാതിരിക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ ആവശ്യമാണ്. നമ്മുടെ തലയോട്ടിയിൽ ഒരു എണ്ണമയം നിലനിർത്തുന്നതിന്, നിങ്ങൾക്കറിയാം തലയോട്ടിയിൽ നമ്മുടെ മുടിക്ക് ആരോഗ്യം നൽകുന്നതിന്, മുടിയെ കട്ടിയായിട്ട് നിർത്തുന്നത് സെബം എന്ന് പറയുന്ന ഒരു ഡിസ്ചാർജാണ്. ഇത് നമ്മുടെ മുടിയുടെ റൂട്ടിൽ നിന്നും, ബേസിൽ നിന്നും മുടി മുഴുവനായിട്ട് ഇത് കവർ ചെയ്ത് നിൽക്കുന്നു. മുടിക്ക് ഒരു തിളക്കം നൽകുന്നത് ഈ സെബം എന്ന് പറയുന്ന ഈ എണ്ണമയമാണ്. സെബത്തിന്റെ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കണം എന്നുണ്ടെങ്കിൽ വൈറ്റമിൻ എ നമ്മൾ പതിവായിട്ട് കഴിച്ചിരിക്കണം. വൈറ്റമിൻ എ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾക്കറിയാം. നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തരം ഇലക്കറികൾക്കകത്ത്, ക്യാരറ്റിനകത്ത് ഇതെല്ലാം വൈറ്റമിൻ എ അടങ്ങിയിട്ടുണ്ട്. നോൺ വെജ് ആണെന്നുണ്ടെങ്കിൽ മീന്, ഇറച്ചി, മുട്ട, പ്രത്യേകിച്ച് കരൾ വർഗ്ഗങ്ങൾക്കകത്ത് ഈ വൈറ്റമിൻ എ സമൃദ്ധിയായിട്ട് അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ സമൃദ്ധിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ മുടി തിളക്കത്തോടു കൂടി നമുക്ക് വളർന്നു വരുന്നത് കാണാം. ഇനി മുടിയുടെ ഉള്ളു വർദ്ധിക്കാൻ മറ്റൊരു പ്രധാനപ്പെട്ട വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സിയും മുടിയും തമ്മിലുള്ള ബന്ധം പലർക്കും ശരിയായിട്ട് അറിയത്തില്ല. വൈറ്റമിൻ സി ആണ് നമ്മുടെ മുടി കട്ട പിടിക്കുന്ന ഒരു ടെൻഡൻസി. പലരും പറയാറില്ലേ, മുടിയിൽ കായ വന്നിരിക്കുന്നു, മുടി തമ്മിൽ ഒട്ടിപ്പിടിക്കുന്നു, മുടി ജട പിടിക്കുന്നു എന്ന് പറയുന്ന ഒരു അവസ്ഥ. ഈ ഒരു പ്രോബ്ലം വരാതെ ചെറുക്കുന്നത് വൈറ്റമിൻ സി ആണ്. നമ്മുടെ കെരാറ്റിൻ, തലയോട്ടിയിലുള്ള പ്രത്യേകിച്ച് മുടിയെ കറക്റ്റായിട്ട് നിലനിർത്തുന്ന കെരാറ്റിൻ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വൈറ്റമിൻ സി ആവശ്യമാണ്. ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ എല്ലാവരും നാരങ്ങയാണ് ആദ്യം ചിന്തിക്കുന്നത്. എന്നാൽ അല്ല, ഏറ്റവും കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് ബ്രോക്കോളി, പേരയ്ക്ക, ക്യാപ്സിക്കം പോലുള്ള ഭക്ഷണങ്ങൾ, ഓറഞ്ച്, നാരങ്ങ എന്നിവയിലും സമൃദ്ധിയായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇവ പതിവായിട്ട് ഭക്ഷണത്തിൽ ചേർത്ത് കഴിക്കുന്നത് മുടി ഈ കട്ടി പിടിക്കാതെ സ്മൂത്ത് ആയിട്ട് നിൽക്കുന്നതിനും മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിനും സഹായിക്കും. ഇനി പ്രധാനപ്പെട്ട മറ്റു ചില മിനറൽസ് എന്ന് പറയുന്നത് മെഗ്നീഷ്യം, സിങ്ക് പോലുള്ളവയാണ്. സിങ്കും മെഗ്നീഷ്യവും ഏറ്റവും കൂടുതൽ അടങ്ങിയിട്ടുള്ളത് നമ്മുടെ ധാന്യങ്ങളില്ലേ, അതായത് തവിടുള്ള അരിവർഗ്ഗങ്ങൾ, പയറ്, കടല, പരിപ്പ്, ഇവയ്ക്കകത്തെല്ലാം സിങ്ക് അടങ്ങിയിട്ടുണ്ട്. സിങ്കും മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. കടൽ മത്സ്യങ്ങൾക്കകത്തും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം പച്ചക്കറികളിലും ഇവയുടെ സാന്നിധ്യമുണ്ട്. സോ ഇത്തരം ഭക്ഷണങ്ങൾ പതിവായിട്ട് കഴിക്കുന്നത് നമുക്ക് മുടി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഇതിനകത്ത് പറയാതെ മാറ്റിവെക്കുന്ന, പലപ്പോഴും നമ്മൾ മറന്നു പോകുന്ന ഒരു മിനറലാണ് സെലീനിയം. നമ്മുടെ മുടിയുടെ ഗ്രോത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് നമ്മുടെ ശരീരത്തിൽ ഈ ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ വന്നിട്ടുണ്ടാകുന്ന മുടി പൊഴിച്ചിലില്ലേ, മുടിയുടെ ഉള്ളു കുറയുന്ന ഒരു അവസ്ഥ, പ്രത്യേകിച്ച് തൈറോയ്ഡ് ഗ്രന്ഥിക്ക് പ്രോബ്ലം ഉള്ളവർക്കോ മറ്റെന്തെങ്കിലും ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങളുള്ളവർക്കോ അതുമായിട്ട് ബന്ധപ്പെട്ട് മുടി പൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഈ ഒരു
പ്രശ്നം പരിഹരിക്കുന്നതിന് സെലീനിയം കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. സെലീനിയം കണ്ടന്റ് ഉള്ളത് കടൽ മത്സ്യങ്ങൾക്കകത്തുണ്ട്, മഷ്റൂം കൂണിനകത്ത് അടങ്ങിയിട്ടുണ്ട്, ബ്രസീൽ നട്ടിനകത്തുണ്ട്. ഇവയും നമ്മൾ പതിവായിട്ട് ഫുഡിൽ ഉൾപ്പെടുത്തണം. മറ്റൊരു പ്രധാനപ്പെട്ട മിനറൽ എന്ന് പറയുന്നത് ഫോളേറ്റ് ആണ്. ഫോളേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഹീമോഗ്ലോബിൻ ഉൽപ്പാദനത്തിന് പ്രധാനപ്പെട്ട ഒരു മിനറലാണ്. ഇത് നമുക്ക് ഇലക്കറികൾക്കകത്തും പച്ചക്കറികൾക്കകത്തും അടങ്ങിയിട്ടുണ്ട്, ഇറച്ചിക്കകത്തും മീനിനകത്തും ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇവയാണ് നമ്മുടെ തലയോട്ടിയിലേക്കുള്ള രക്തഓട്ടം വർദ്ധിപ്പിക്കുന്നതിന് പ്രധാനം. നമ്മുടെ രക്തത്തിനകത്ത് ആവശ്യത്തിന് ഓക്സിജൻ വഹിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഓരോ കോശങ്ങൾക്കും എത്തിക്കണം എന്നുണ്ടെങ്കിൽ ഫോളേറ്റ്സ് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തിയിരിക്കണം. ഇവ നമ്മുടെ മുടിയുടെ ഉള്ളു സമൃദ്ധിയായിട്ട് വളരുന്നതിന് സഹായിക്കും. ഇനി ഏറ്റവും അവസാനത്തത് omega-3 ഫാറ്റി ആസിഡ്സ് ആണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ച് കരളിനും നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കും omega-3 ഫാറ്റി ആസിഡ്സ് അത്യാവശ്യമാണെന്ന് അറിയാം. അതേപോലെ തന്നെ നമ്മുടെ മുടിയുടെ ഉള്ളു വർദ്ധിക്കുന്നതിനും മുടിയുടെ തിളക്കം വർദ്ധിക്കുന്നതിനും omega-3 ഫാറ്റി ആസിഡ്സ് അത്യാവശ്യമാണ്. omega-3 സമൃദ്ധമായിട്ട് അടങ്ങിയിട്ടുള്ളത് നമ്മുടെ കടൽ മത്സ്യങ്ങളിലെ ചാള, ചൂര, അയല പോലുള്ള ചെറിയ മത്സ്യങ്ങൾക്കകത്ത് സമൃദ്ധിയായിട്ട് omega-3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഫ്ലാക്സ് സീഡ്സ്, ചിയ സീഡ്സ്, ആൽമണ്ട്സ്, വാൽനട്ട് പോലുള്ളവയ്ക്കകത്തും omega-3 അടങ്ങിയിട്ടുണ്ട്. സോ ഇത്തരം വൈറ്റമിൻസും മിനറൽസും ശരിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ മുടി ഉള്ളു കുറഞ്ഞു വരുന്നു. നമുക്ക് വളരെ നേരത്തെ തന്നെ കുടുംബത്തിലുള്ള കഷണ്ടി വരുന്നു. ഇപ്പോഴത്തെ ഒരു 16-17 വയസ്സുള്ള കുട്ടികൾക്ക് തന്നെ തലയിൽ നോക്കി അറിയാം മുടിയുടെ ഉള്ളു കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥയുണ്ട്. ഈ ഒരു പ്രശ്നങ്ങളെല്ലാം മറികടക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ വൈറ്റമിൻസും മിനറൽസും അവ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പതിവായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ചെറുപ്പക്കാർക്ക് മാത്രമല്ല, ഒരു പ്രായം കഴിഞ്ഞവർക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്കെല്ലാം തന്നെ തലയുടെ നെറുകയുടെ ഭാഗത്ത് മുടി കുറഞ്ഞു വരുന്ന ഒരു അവസ്ഥ മറികടക്കുന്നതിന് ഞാൻ ഈ പറഞ്ഞ ഭക്ഷണങ്ങളും വൈറ്റമിൻസും വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഇൻഫർമേഷനുകൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. ഡെഫിനറ്റ്ലി ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. വീണ്ടും മറ്റൊരു അവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.